ഞാൻ 2 ദിവസം മുമ്പ് ഫർദ് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ 5 മിനിറ്റ് ചെലവാക്കിയാൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ ഒരുപാട് ആൾക്കാർ ആ വീഡിയോ ടിക്ടോക്കിലും ഇൻസ്റ്റായിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ആയിട്ട് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു വീഡിയോ എടുത്താൽ അത് ടിക്ടോക്കിൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്, അങ്ങനെ എല്ലാത്തിലും അത് പോകുന്നുണ്ട്. നല്ല റീച്ചായി അൽഹംദുലില്ലാ ഒരുപാട് ആൾക്കാരിലേക്ക് അത് എത്തി ഞാൻ ആഗ്രഹിച്ചതുപോലെ. വേറൊന്നുമല്ല, അത് ആയത്തിൽ കുറിച്ച് ഓതാനും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ചെല്ലാനുള്ള ഒരു വീഡിയോ. ആ വീഡിയോ ചെയ്ത പിറ്റേ ദിവസം ഞാൻ അബുദാബിയിൽ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടി പോയിരുന്നു. അപ്പൊ അവിടെ കോർണിഷിന്റെ സൈഡിലുള്ള ഒരു പള്ളിയിലാണ് ദുഹർ നിസ്കരിക്കാൻ കയറി. അപ്പൊ നിസ്കരിച്ച് സലാം വീട്ടുമ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം മുമ്പ് പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ എന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു അവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്. എല്ലാ നിസ്കാരം അജ്മാൻ അവിടെ ഒക്കെ ആയിട്ട് നിസ്കാര ശേഷം ചൊല്ലേണ്ട ആ ഒരു ദിക്ർ എന്തായിരുന്നു, സലാം വീട്ടിൽ ഉടനെ തന്നെ അത് ഡിസ്പ്ലേ ആവുന്നുണ്ട്. മറക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് അങ്ങനെ ഡിസ്പ്ലേ ഒരു ഇതാണ്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ 33 ചൊല്ലാൻ വേണ്ടിയാണ് ഇംഗ്ലീഷിൽ അത് എഴുതി വെച്ച് ഹദീസ്. അങ്ങനെ ചൊല്ലിയാൽ നിങ്ങളുടെ എല്ലാ ചെറുപാപങ്ങളും കടലിന് നിരക്ക് സമാനമായ ചെറുപാപങ്ങളെ പുറത്തു തരും എന്നുള്ളതാണ് അത് ആദ്യത്തെ കാണുന്ന സ്ക്രീൻഷോട്ട്, ടിവിയിൽ വന്ന സ്ക്രീനിൽ. രണ്ടാമത്തേത് ആയത്തുൽ കുർസി ഓതിയാൽ നിസ്കാര ശേഷം ഒരാൾ പുറത്ത് നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്ക് നല്ല മരണം ലഭിക്കും. അല്ല മൃഗത്തിന്റെ വാതിൽ അയാൾക്ക് തുറന്നപ്പെടും. ആ നിസ്കാര ശേഷം അയാൾ മരണപ്പെട്ടാൽ ആയത്തുൽ കുർസി ഓതി അയാൾ നിസ്കാര ശേഷം പോയി അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വർഗം ഉറപ്പാണ് എന്നാണ് ഹദീസിൽ പറയുന്നത്. അപ്പൊ ഓരോ ഫർദ് നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതാനും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലാനും എന്ത് തന്നെ മറന്നാലും ഈ 2 കാര്യങ്ങൾ മറക്കാൻ പാടില്ല എന്നുള്ള ഒരു റിമൈൻഡർ ആണ് നമുക്ക് അതിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല. അതും ചൊല്ലാം, ഏത് ദിക്ർ വേണമെന്ന് ചൊല്ലാം. പ്രധാനപ്പെട്ടതാണ് അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവിൽ നിന്നാണ് എന്ത് സമാധാനം, വമിൻകസ്സലാം അല്ലാഹുവിൽ നിന്നാണ് എന്ന് ആ ഒരു അർത്ഥം വരുന്നതാണ്. അതും ചൊല്ലണം. അത് നമുക്ക് നിസ്കാര ശേഷമല്ലേ സമാധാനമൊക്കെ കിട്ടുന്നത്. അപ്പൊ അതുണ്ട്, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക ശുക്രിക ഹുസ്നി ഇബാദത്തിക, അതും ചൊല്ലണം. സമയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഖുർആനും ഓതാം. അങ്ങനെ ഒരുപാടുണ്ട്. ആ സമയത്തിന് ഭയങ്കര മഹത്വമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്റെ വീഡിയോ ഒരുപാട് പേർ ഷെയർ ചെയ്ത് എല്ലാവർക്കും അതിന് പ്രതിഫലം അല്ലാഹു നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് അങ്ങനത്തെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലുള്ള സ്ക്രീൻസ് നമ്മളെ നാട്ടിലും ഇങ്ങനെ വെക്കണം. അല്ലെങ്കിൽ സ്ക്രീൻ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നിസ്കാര ശേഷം ചൊല്ലേണ്ട ദിക്റുകൾ വലിയൊരു ഇവിടെ പള്ളിയിലൊക്കെ കാണുന്നുണ്ടല്ലേ, നമ്മൾ ദുബായ് പള്ളി, ഗൾഫ് പള്ളിയിൽ, യുഎഇയിലൊക്കെ നമുക്ക് വലിയ വെച്ച് കാണുന്ന നിസ്കാരം ചൊല്ലേണ്ട ഒരുപാട് ദിക്ർ. നാട്ടിലാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് ആർക്കും ഓടാൻ പറ്റില്ല. കാരണം ഇമാമ് അവിടെ ഇരുന്നിട്ട് എല്ലാം 33 പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആയത്തുൽ കുർസി ഓതാൻ എല്ലാ ഇമാമിന്റെ ഒന്നിച്ച് നമ്മൾ വലിയ ശേഷമാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ചെല്ലുന്നവർ ഇഖ്ലാസോട് കൂടി തന്നെ ചെല്ല. ഇമാമ് പറയുന്ന സുബ്ഹാനല്ലാഹ്, നിങ്ങളും അതന്നെ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് ചെല്ലണം.